2002 വൈസ് ചാൻസലർ പദവി ഒഴിഞ്ഞതിന് ശേഷം ഞാൻ വ്യാപരിച്ച ഒരു പ്രധാന മേഖല ചരിത്ര രചനയായിരുന്നു. കാരണം ഭരണരംഗത്തുണ്ടായിരിക്കുമ്പോൾ പുതിയ ചരിത്ര പുസ്തകങ്ങൾ വായിക്കുവാനും എൻ്റെ പഠന നിർവഹണത്തിനൊന്നും എനിക്ക് സന്ദർഭം കിട്ടിയില്ല. ഞാൻ ICHR ഒരു ഫണ്ട് എനിക്ക് അനുവദിച്ചു തരുവാൻ പറഞ്ഞപ്പോൾ അവരൊരു സീനിയർ റിസർച്ച് ഫെലോഷിപ്പ് എനിക്ക് അനുവദിക്കുകയും ഏതാണ്ട് 2004-05 വരെ ഞാൻ ആ പ്രോജക്റ്റുമായിട്ട് വയനാട്ടിൻ്റെ ഗവേഷണത്തിൽ മുഴുകുകയായി ചെയ്തിട്ടുള്ളൂ. വയനാട്ടിൻ്റെ ഗവേഷണത്തിൽ മുഴുകുന്ന ഈ അവസരം ഈ ഫണ്ട് മാനേജ്മെൻറ്റ് എവിടെ ചെയ്യണം? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് ചെയ്യേണ്ടത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പകരം ഞാൻ ആക്സെപ്റ്റ് ചെയ്തത് മടപ്പള്ളിയിലെ ഗവൺമെൻറ് കോളേജായിരുന്നു. അപ്പോൾ ഫണ്ട് എവിടേക്ക് വരും, അവരെനിക്ക് ഫണ്ട് തരികയും പ്രോഗ്രസീവ് റിപ്പോർട്ടെല്ലാം അവർ മുഖാന്തരം അയക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്കാണ് ഞാൻ മാറിയത്. കാരണം ഞാൻ ഭരിച്ചിരുന്ന യൂണിവേഴ്സിറ്റിയിൽ പോയി വീണ്ടും അവിടെ നിരകണ്ട എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ പണി ചെയ്തിരുന്നത്. അപ്പോൾ ഈ പുസ്തകത്തിൽ വയനാടിനെ പറ്റിയിട്ടുള്ള പഠനങ്ങൾ വളരെ കുറവാണ്. ഒരു RDO എഴുതിയ C. ഗോപാലൻ നായർ അവരുടെ ഡെപ്യൂട്ടി കലക്ടറായിരുന്നു. അദ്ദേഹം വയനാട്ടിനെ പറ്റി 900-ൽ ഒരു പുസ്തകം എഴുതിയിരുന്നു. പിന്നീട് അവിടുത്തെ പടിയ ജാതികളെ പറ്റി, പടിയ ഈ ആദിവാസി സമൂഹങ്ങളെ പറ്റിയിട്ടുള്ള പഠനങ്ങളെല്ലാം വന്നതല്ലാതെ അവരുടെ ഭാഷാശാസ്ത്രപരമായ പഠനങ്ങൾ ലിംഗ്വിസ്റ്റിക്സ് വകുപ്പ് ചെയ്യുന്നു. വയനാട്ടിനെ പറ്റി ഇന്ന് അറിയണമെങ്കിൽ ഒരു പുസ്തകമില്ലാത്ത നിലയിലായിരുന്നു ഞാൻ ഈ പ്രോജക്റ്റ് സമർപ്പിച്ചത്. ആ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് വയനാട്ടിൽ ഇടയ്ക്കിടെ സന്ദർശിക്കുകയും അവിടുത്തെ എടക്കൽ ഗുഹ മുതൽ, എടക്കൽ ഗുഹ എന്ന് പറയുന്നത് ഞാനന്ന് വിദ്യാർത്ഥിയായിരിക്കെ ഡോക്ടർ രവീന്ദ്രനോടെല്ലാം ഒപ്പം പോയി സഞ്ചരിച്ച ഗുഹകളും അവിടുത്തെ ജൈനക്ഷേത്രങ്ങളും ഇതെല്ലാം തന്നെ കണ്ട ആ ഓർമ്മയിൽ വീണ്ടും വയനാട്ടിൻ്റെ ചരിത്രം എഴുതുവാനുള്ള ഒരു വ്യാപാരത്തിലേക്ക് ഞാൻ ഏർപ്പെടുകയുണ്ടായി. അപ്പോൾ നമുക്കറിയാം വയനാട്ടിൽ ഈ എടക്കൽ ഗുഹയിൽ കാണുന്ന ശിലാരേഖകൾ മാത്രമല്ല, അതിലുള്ള റോക്ക് കാർവിങ്സുകൾ, വരകൾ, ഇതെല്ലാം തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ റോക്ക് കാർവിങ്സ് എല്ലാം ഒരു പ്രാചീന സംസ്കാരത്തിൻ്റെ, അതായത് തെയ്യത്തിലെല്ലാം കാണുന്ന ആ രൂപങ്ങളുടെ എല്ലാം തന്നെ വരകളെ പോലുള്ള ഇതായിട്ട് നമുക്ക് കാണാം. ഇന്നും അതൊരു വലിയ ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് വരികയാണ്. പക്ഷേ അവിടെ വേണ്ടത്ര പുരോഗതികൾ ടൂറിസത്തിലുണ്ടായിരുന്നു. ഇന്ന് നമുക്കെല്ലാം വയനാടിനെ അറിയുന്നത് അവിടുത്തെ ഉരുൾപൊട്ടലിൻ്റെ കാര്യത്തിലാണ് അറിയുന്നത്. അപ്പോൾ ഈ വയനാട്ടിനെ പറ്റിയിട്ടുള്ള അറിയണമെങ്കിൽ നമുക്ക് അവിടെ പ്രീ ഹിസ്റ്ററി, ചരിത്രാതീത കാലം മുതൽ നിയോലിത്തിക് ഏജ്, മെഗാലിത്തിക് ഏജ് എന്ന് പറയുന്നതെല്ലാം അവശിഷ്ടങ്ങൾ, അതിൻ്റെ എല്ലാം ഇത് സിൽറ്റ് ബെറിയൽസ് എന്ന് പറയുന്ന ശവസംസ്കാരത്തിൻ്റെ ചടങ്ങ്, ഇതെല്ലാം അവിടെ നിന്ന് കാണാൻ കഴിയും. ആദിവാസികൾ ഇന്നും, കുറുമർ തുടങ്ങിയിട്ടുള്ളവർ ഇന്നും ആ ഗുഹയിലേക്ക് ചില ആചാരാനുഷ്ഠാനങ്ങളായിട്ട് അവരുടെ ദേവത വ്യാഘ്രദേവതയുടെ കേന്ദ്രമാണ് എന്ന് പറയുന്ന വിധത്തിലുള്ള ചില ഓറൽ ഹിസ്റ്ററി പാഠങ്ങൾ എനിക്ക് ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ആദിവാസികളുടെ ദേവതാ സങ്കല്പത്തിലുള്ള സ്ഥാനം അവിടുത്തെ ജൈനിസത്തിലേക്ക് വരികയാണ്. അപ്പോൾ ഘട്ടം ഘട്ടമായിട്ടുള്ള വയനാട്ടിൻ്റെ ഈ മാറ്റങ്ങളെല്ലാം അത് പ്രീ ഹിസ്റ്ററിയുടെ പീരീഡ്, മെഗാലിത്തിക്, നിയോലിത്തിക്, ഈ ഘട്ടങ്ങളെല്ലാം ഇന്നതിനെ ഇൻഡസ് വാലിയായിട്ട് കണക്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അത് ശരിയോ തെറ്റോ എന്ന് അവരാണ് പറയേണ്ടത്, എനിക്ക് പറയാൻ കഴിയുകയില്ല. ഞാൻ ഫോസറ്റിനെ പോലുള്ളവർ 1890-കളിൽ എഴുതിയ, അവരതിനെപ്പറ്റി എഴുതിയ, ഫോസറ്റ് എന്ന് പറയുന്നത് DSP ആയിരുന്നു കോഴിക്കോട്. അദ്ദേഹത്തെ ഒരു തോട്ടം ഉടമ കൊണ്ടുപോവുകയും അദ്ദേഹം ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുകയും ഇന്ത്യൻ ആൻറ്റിക്വറി എന്ന് പറയുന്ന മാസികയിൽ അതിനെപ്പറ്റി എഴുതുകയെല്ലാം ചെയ്തത് ഞാൻ ഓർത്തു പോവുകയാണ്. അപ്പോൾ വയനാട്ടിനെ പറ്റിയിട്ട് ഈ പ്രീ ഹിസ്റ്ററി എന്ന് പറഞ്ഞ ഒരു ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ 2ാം അധ്യായമായിട്ട് വരുന്നത് ട്രൈബൽസ്, അവിടെയുള്ള ആദിവാസികളെ പറ്റിയിട്ട് നമുക്ക് കിട്ടാവുന്ന വിവരങ്ങളെല്ലാം, നരവംശ ശാസ്ത്ര പുസ്തകങ്ങളെല്ലാം നോക്കിയിട്ട് ആദിവാസികളെ പറ്റിയിട്ട് അതിൽ ഇന്നും നമുക്കൊരു കണ്ടിന്യൂറ്റി കാണാം. ആ കണ്ടിന്യൂറ്റി പ്രകാരമുള്ള ട്രൈബൽസിനെ പറ്റിയിട്ടുള്ള പണിയർ, കുറിച്ചിയ, മുല്ലക്കുറുബർ, അടിയാൽ, ഗുണ്ടുവടിയൽ, കരിമ്പാലൻ, കാളൻ, പതിയർ എന്നെല്ലാം പറയുന്ന
ആളുകൾ ഇന്നും അവിടെ ജീവിക്കുകയാണ്. അവരെല്ലാം തന്നെ ഫുഡ് ഗ്യാതറിങ്, ഭക്ഷണം ശേഖരിച്ചു കൊണ്ടുവരിക എന്ന്, ഭക്ഷണം ഉണ്ടാക്കുന്നതിന് പകരം കാട്ടിൽ നിന്നും മറ്റും ഭക്ഷണം ശേഖരിക്കുന്ന ഫുഡ് ഗ്യാതറേഴ്സ് പോലും അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെയാണ് കർണാടക സ്റ്റേറ്റിൽ നിന്ന്, അതായത് നീലഗിരിയുടെയും കർണാടകത്തിൻ്റെയും പശ്ചിമഘട്ടത്തിൻ്റെ താഴ്വരകളുള്ള ഭാഗമാണ് ഡെക്കാനുമായിട്ട് മലബാർ തീരത്തെ ബന്ധിപ്പിക്കുന്ന ഒരു ഭൂപ്രദേശമാണ്. ഏതാണ്ട് 4000 അടി ഉയരത്തിലുള്ളൊരു പ്രദേശമാണ് വയനാട്. അപ്പോൾ ഇവിടെയുള്ള ജൈന ക്ഷേത്രങ്ങൾ, ജൈന സെറ്റിൽമെൻറ്റ്സ്, ഒരുപടി ഗൗഡർ, ആ ഗൗഡറെല്ലാം കർണാടകത്തിൽ നിന്ന് ഇവിടത്തേക്ക് വരികയും കൃഷി ചെയ്യുകയും അങ്ങനെ ഭൂമി ഉടമസ്ഥ. അപ്പോൾ അവരുടെ ആ റിലീജിയസ് സെറ്റിൽമെൻറ്റ്സോട് കൂടി അവർ പുതിയ കാർഷിക രീതികൾ കൊണ്ടുവരിക, നെൽവിത്തുകൾ കൊണ്ടുവന്ന് വയനാട്ടിനെ മാറ്റുന്ന ആ റിലീജിയസ് സെറ്റിൽമെൻറ്റ്സ് ഉണ്ടാകുന്നതോടു കൂടി അവിടെ നേറ്റീവ് ചീഫ്റ്റൻസ്, നാടുവാഴികളായിട്ട് വന്ന കുറേ ആളുകളെ പറ്റിയിട്ടുള്ള ഭരണങ്ങളും ഇത് നമുക്ക് കാണാൻ കഴിയും. ആ നേറ്റീവ് ചീഫ്റ്റൻസ് എന്ന് മാറിയിട്ടാണ് പിന്നീട് അവിടെയുള്ള ഭൂകുത്തകകൾ, ഞാൻ പലതിക്കലും പറഞ്ഞതുപോലെയുള്ള ഭൂകുത്തകളായിട്ട് ലാറ്റിഫുണ്ടിസ്റ്റുകൾ, വലിയ വലിയ തറവാടുകൾ, ഈ തറവാടുകളെല്ലാം തന്നെ കോട്ടയത്തിൽ നിന്ന് കൊണ്ടുപോയി പഴശ്ശിരാജാവിനെ പോലുള്ളവർ 1800കളിൽ അവിടെ കൃഷി പരിഷ്കരണം, അതായത് ഫ്യൂഡൽ വ്യവസ്ഥിതിയുടെ കയ്യേറ്റം വയനാട്ടിലേക്ക് ആദിവാസികൾ അവരുടെ കൃഷി ചെയ്യുന്ന രീതിയിൽ മാറ്റം വരുത്തുകയും പുതിയ ഒരു ജന്മിത്വത്തെ വയനാട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്യുകയാണ്. അപ്പോൾ വയനാട്ടിൽ ഈ അവസരത്തിലുണ്ടായിട്ടുള്ള പഴശ്ശി സമരങ്ങൾ, 1895 പഴശ്ശിയുടെ ആ സമരങ്ങളെ പറ്റിയിട്ട് ഞാൻ മുമ്പ് ഇപ്പോഴും സംസാരിച്ചു കഴിഞ്ഞു. അതിനുശേഷം അതേ പടയാളികൾ കുറിച്യന്മാരുടെ മാത്രമായിട്ട് നികുതി വ്യവസ്ഥയ്ക്കുള്ള എതിരായിട്ടുള്ള വിപ്ലവ പ്രസ്ഥാനങ്ങൾ, ഇതെല്ലാം പറഞ്ഞുകൊണ്ട് പിന്നീട് വരുന്നത് ഈ പഴശ്ശി സമരങ്ങളെ തുടർന്ന് അവിടുത്തെ ഭൂമികൾ മുഴുവൻ എനിമി പ്രോപ്പർട്ടി എന്ന നിലയിൽ ബ്രിട്ടീഷുകാർ കൈയടക്കുകയോ 1 ഏക്കർക്ക് 2 രൂപ വില വെച്ചുകൊണ്ട്, അപ്പോഴാണ് കാപ്പിത്തോട്ടങ്ങൾ, ചായത്തോട്ടങ്ങൾ, യൂക്കാലിപ്സ് തോട്ടങ്ങൾ, അതായത് മോണോ അഗ്രികൾച്ചർ എന്ന് പറയുന്ന ഒരു സിസ്റ്റം വയനാട്ടിലേക്ക് വരികയാണ്. ഈ മോണോ അഗ്രികൾച്ചർ സിസ്റ്റം വരുമ്പോൾ ആദിവാസികൾ കാർഷിക സമൂഹത്തിലേക്ക് വരുമ്പോൾ അവരെ ഭൂമി നഷ്ടപ്പെടുകയും അങ്ങനെ ബ്രിട്ടീഷ് കമ്പനികളുടെ അടിമകളായി വീണ്ടും തോട്ടം തൊഴിലാളികളായി മാറുകയും ചെയ്യുന്ന ആസാമിലെയും മറ്റുമുള്ള ഒരു പ്രക്രിയ വയനാട്ടിൽ ആരംഭിച്ചിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അവിടെ നിന്നാണ് ഇവരെ എഗ്രോ ക്യാപിറ്റലിസം വരുമ്പോൾ അവിടെ ബാക്കി എത്രയോ ഭൂമികൾ കിടക്കുകയായിരുന്നു. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പുൽപ്പള്ളി ദേവസ്വം, കാരണം പുൽപ്പള്ളി ഗ്രാമവുമായിട്ട് എൻ്റെ ജ്യേഷ്ഠത്തി അവിടെ ഉള്ളത് കൊണ്ട്, കുടുംബം അവിടെ ഉള്ളത് കൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകുമായിരുന്നു. ഈ പുൽപ്പള്ളി സീതാദേവിയുടെ ക്ഷേത്രത്തിൻ്റെ മാത്രം 16,000 ഏക്കർ ഭൂമി, വനഭൂമി അവരുടെ കയ്യിലുണ്ടായിരുന്നു. ഈ 16,000 ഏക്കർ ഭൂമിയിലേക്കും തിരുവിതാംകൂറിൽ നിന്ന്, പാലയിലും മറ്റും അതുപോലുള്ള പ്രദേശങ്ങളിൽ നിന്നും കുടിയേറ്റക്കാർ വന്നു. ആ കുടിയേറ്റക്കാരെല്ലാം പുൽപ്പള്ളിയിലേക്ക് വന്നവരെ അവർ വലിയ ഭൂവുടമകളായിട്ട് മാറുകയും 5-10 ഏക്കർ ഭൂമി കൈവശം വെക്കുകയും ഇതെല്ലാം ചെയ്തുകൊണ്ടുള്ള വലിയ മാറ്റങ്ങൾ അവർക്ക് അവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞു. അതേ സമയത്ത് അമ്പലവയലിലേക്ക് മൈഗ്രേഷൻ നടത്തിയവർ അവർ വീണ്ടും കാർഷിക തൊഴിലാളികളായിട്ട് മാറുന്ന ഒരു സ്ഥിതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഒരു ഭൂവ്യവസ്ഥ കുടിയേറ്റത്തിലൂടെ വയനാട്ടിൽ കുടിയേറ്റം വരുമ്പോഴും അറിയാം, നമുക്കറിയാം മിഷനറിമാർ, അമ്പലങ്ങൾ വരുന്നു, പള്ളികൾ വരുന്നു, പള്ളിക്കൂടങ്ങൾ വരുന്നു. ഓരോ പള്ളിയുടെയും ചുറ്റും ഒരു പള്ളിക്കൂടം വേണമെന്നുള്ളത് ചവറ അച്ഛൻ്റെ ഒരു തീരുമാനമായിരുന്നു. അപ്പോൾ അതുപ്രകാരങ്ങളുള്ള പള്ളിക്കൂടങ്ങൾ ഒരു സാംസ്കാരിക നാഗരികത വയനാട്ടിൽ ഉയർന്നു വരികയാണ്. ജൈനരുടെയും മറ്റു കാലത്തുണ്ടായിരുന്നത് പോലെ പുതിയ സെറ്റിൽമെൻറ്റുകൾ വരികയും അവിടെ പള്ളിക്കൂടവും പള്ളിയുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഒരു സാംസ്കാരിക ഇതായിട്ടുള്ള വരുന്നതും കാണുന്ന ഒരു ചിത്രമാണ് നമുക്ക്. അവർ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന അവരെല്ലാം തന്നെ അവിടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് വലിയ പ്രാധാന്യം കൊടുക്കുകയും, പക്ഷേ ഉയർന്ന എഡ്യൂക്കേഷൻ ഇന്ന് വളരെ ചുരുക്കം കോളേജുകളെ വയനാട്ടിലുള്ളൂ. അവിടെ പുതിയ വിദ്യാഭ്യാസ രീതികളിൽ ഇന്ന് നമുക്കറിയാം, വയനാടിൻ്റെ പ്രശ്നങ്ങൾ മുഴുവൻ ആളുകൾക്കറിയാം. അവിടെ മുല്ലക്കൈ തുടങ്ങിയിട്ടുള്ള, ചൂരൽമല തുടങ്ങിയിട്ടുള്ള ഗ്രാമങ്ങൾ തന്നെ ഒലിച്ചു പോയതായിട്ട് നമുക്ക് പറയാൻ കഴിയും. അതായത് പരിസ്ഥിതി ആഘാതം
അവിടെ നടന്നതിൻ്റെ ഭാഗമാണ് ഈ എടക്കൽ ഗുഹയുടെ അടുത്ത് തന്നെ കോറികളുണ്ടായിരുന്നു. ആ കോറികൾ വളർന്നു വരികയാണെങ്കിൽ കോറികൾ കൂടുതൽ വരുമ്പോൾ ഈ എടക്കൽ ഗുഹ തന്നെ ഭോപ്പാലിലെ ബിംബട്കക്ക് സമമായിട്ട് കെ മുഹമ്മദും മറ്റും പറയുന്ന എടക്കൽ ഗുഹ പോലും തകർന്നു പോകുമെന്നുള്ള നിലയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇതിനായി പ്രതിഷേധിക്കുകയെല്ലാം ചെയ്ത കാര്യങ്ങൾ ഞാൻ ഓർത്തു പോവുകയാണ്. അപ്പോൾ വയനാടിനെ സംബന്ധിച്ചിട്ട് പിന്നീട് മുത്തങ്ങ സമരം, ആ മുത്തങ്ങ സമരം വളരെ പ്രശസ്തമായിട്ടുള്ള ജാനു നേതൃത്വത്തിലേക്ക് വരികയും അങ്ങനെ അവിടെ വെടിവെപ്പിൽ 1-2 പേര് മരിക്കുകയും ഇതെല്ലാം ഉണ്ടായിട്ടുള്ള സംഭവങ്ങളോ ജാനു പരിഷ്കൃത സമൂഹത്തിലേക്ക് വന്നു കഴിഞ്ഞു. പക്ഷേ അവരുടെ അനുയായികൾ ഇന്നും അതേ നിലയിൽ ജീവിക്കുന്ന ഒരു സ്ഥിതിയാണ് നമുക്ക് കാണുന്നത്. ഒരു മെഡിക്കൽ സൗകര്യം പോലും അവിടെ ഇന്ന് കാണുന്നില്ല. ബോട്ടിൽ പോയ ആളുകളോട് വോട്ടർമാർ പറയുന്നത് ഞങ്ങൾക്ക് ഒരു കുപ്പി വെള്ളം ഒരു ദിവസം കിട്ടുവാനുള്ള അവസരം ഇവിടെ വേണം. അപ്പോൾ വളരെ ശോചനീയമായി ഏറ്റവും പിന്നോക്കാവസ്ഥമായ ജില്ലകളിൽ 14ാമതായിട്ട് നിൽക്കുന്ന, പിന്നോക്കാവസ്ഥയിൽ 14ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ജില്ലയാണ് വയനാട് എന്ന് പറയേണ്ടി വരുന്നു. അപ്പോൾ വയനാട്ടിൽ നിന്ന് മൂലധനം ശേഖരിച്ചുകൊണ്ട് ഇപ്പോൾ കാപ്പി കൃഷി കൊണ്ട് തകർത്ത എത്രയോ കുടുംബങ്ങളെ നമുക്ക് കാണാൻ കഴിയും. ചായ കൃഷിയിൽ തകർത്ത കുടുംബങ്ങളെ കാണാം. അതുപോലെ തന്നെ യൂക്കാലിപ്സ് ഇങ്ങനെയുള്ള പല കൃഷികളും നടത്തിയിട്ട് അതിൻ്റെ ലാഭങ്ങൾ മുഴുവൻ തകർച്ചയുള്ള കാരണം എന്താ? ഫൈനാൻസ് ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ പണം ഇവരുടെ വിഭവങ്ങൾക്ക്, കാർഷിക വിഭവങ്ങൾക്ക് വില നിശ്ചയിക്കുന്നത് ലണ്ടനിലും ടോക്കിയോയിലും വാഷിങ്ടണിലും ഇരുന്ന മൾട്ടിനാഷണൽ കമ്പനികളാണ്. ഇപ്പം ഒരു കാപ്പി കിലോവിന് 2 റുപ്യ വിലയാണെങ്കിൽ നെസ്കാഫെ കാപ്പിക്ക് അല്ലെങ്കിൽ ബ്രൂ കാപ്പിക്ക് 1000 റുപ്യ വില വരുന്നു. അപ്പോൾ ഈ ഒരു മാർജിനാണ് അവർ ഉപയോഗപ്പെടുത്തിയതുകൊണ്ട് അനേകം തോട്ടത്തൊഴിലാളികൾ അവരെല്ലാം തന്നെ കഷ്ടപ്പെടുന്നു. ഇതൊരു കാലത്ത് മലേറിയയുടെ കേന്ദ്രമായിരുന്നു. നമുക്കറിയാം, വനത്തിൽ ആനകളെ പേടിച്ചുകൊണ്ട് അവിടെ ജീവിക്കുവാനും കൃഷിക്കും അവസരമില്ലാത്ത ഒരു ജില്ലയായിട്ടത് സ്വയം രൂപാന്തരപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെയെല്ലാം നേരിടണമെങ്കിൽ ചരിത്രകാരൻ്റെ ഈ കാഴ്ചപ്പാട്, ചരിത്രകാരൻ ഏതെല്ലാം പ്രക്രിയയിലൂടെ സമൂഹം കടന്നു വന്നു, അതിനെ ഇനി എങ്ങനെ മാറ്റിയെടുക്കണം, ആ ചിന്തയിലേക്ക് പോകണമെങ്കിൽ ഇതിൻ്റെ പഠനം ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. അപ്പോൾ വയനാട് ത്രൂ ദി ഏജസ് എൻ്റെ ഏറ്റവും പ്രശസ്തമായ പുസ്തകങ്ങളിൽ ആളുകൾ വായിക്കേണ്ട ഒരു പുസ്തകമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എന്തുകൊണ്ടും എനിക്കത് മലയാളത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നും തോന്നുന്നില്ല. ഇതിന് താല്പര്യമുള്ളവർ മലയാളത്തിലേക്ക് കൊണ്ടുവരേണ്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത്.